നിർത്തി. മതി. ഇനി ഒരു ഷോപ്പിംഗും ഇല്ല. കാറെന്താക്കി? കാറ് കൊടുത്തു. വിറ്റോ? വിറ്റു. കുറച്ച് കടം അതുകൊണ്ട് തീർക്കാൻ പറ്റും. ഇത് ഇതിപ്പം ഓഫീസിലേക്ക് എങ്ങനെയാ വന്ന്? ബസ്സിൽ വന്നു. സാറേ, ഈ ബസ്സിനൊക്കെ വന്ന സമയത്തിന് ഇവിടെ എത്താൻ പറ്റുമോ സാറേ? പറ്റില്ല. പക്ഷെ സാഹചര്യം അങ്ങനെ ആയിപ്പോയല്ലേ. നമുക്കൊരു ബൈക്ക് എടുത്താലോ? ഇപ്പം നടക്കൂല. ഇത് ഒരു ബൈക്ക് പുതിയതായിട്ട് എടുക്കാന്ന് പറഞ്ഞാൽ പിന്നെ ലോണ് അത് എടുക്കാൻ ആര് പറഞ്ഞ്? സെക്കൻഡ് ഹാൻഡ് എടുത്തൂടെ? സെക്കൻഡ് ഹാൻഡ് അത്ര വലിയൊന്നും വരില്ലല്ലോ. എൻ്റെ പരിചയത്തിൽ ഒരു പ്യാരിജാതനുണ്ട്. ഓൻ സ്ഥലവും വണ്ടി കച്ചവടമൊക്കെ ഉണ്ടവന്. ഞാൻ ഓനോട് പറയാം, നിങ്ങളെ പാകത്തിന് നല്ല വിലക്കുറവിൽ ഒരു ഉഗ്രം വണ്ടി ഓങ്ങ് സംഘടിപ്പിച്ചു തരും. മാഡം, മൊയ്തു സാറ് പറഞ്ഞിട്ട് ഓഫീസിൽ നിന്ന് പറഞ്ഞാണ്. മന്മൻ സാറുണ്ടാ? ഒന്ന് വിളിക്കും. മറ്റേ മൊയ്തു സാറ് പറഞ്ഞു. ഞാൻ വിളിക്കാം. ഞാനേ വേറൊരു മീറ്റിങ്ങിലാണ്. വിളിക്കാം കേട്ടോ. വിളിക്കാം. സാറേ, മൊയ്തു സാറ് പറഞ്ഞു വിട്ടതാണേ. അപ്പൊ സാറിനൊരു 2 വീലർ വേണോന്ന് പറഞ്ഞു. അപ്പേ ഒരു വണ്ടി കൊടുക്കാനുണ്ട്. ഇതാണത്. നിങ്ങളുടെ വണ്ടിയാണോ? ഇല്ല, ഇത് സാറിന്റെ വണ്ടിയാണ്. ഉണ്ണി സാറിന്റെ വണ്ടിയാണ്. ഡോക്ടറാണ്. അപ്പൊ പുള്ളി ഉപയോഗിച്ച വണ്ടിയാണ്. ആയുർവേദ ഡോക്ടറാണ്. സ്റ്റിക്കറൊക്കെ ഉണ്ടല്ലോ. കഴിഞ്ഞ പ്രാവശ്യം വക്കീലായിരുന്നല്ലോ, മാറ്റി വണ്ടി നോക്കി. സൂപ്പർ സാധനമാണ് സാർ. പുള്ളി അധികം അവന് ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഒട്ടും ഉപയോഗിച്ചല്ല. കാറ് വേറെ ഉണ്ടല്ലോ. ഇതിപ്പോ ഞായറാഴ്ച പട്ടിക്ക് ഇറച്ചി മേടിക്കാൻ ഒന്ന് ഇറച്ചിക്കട വരെ പോകും, തിരിച്ചു കൊണ്ടെന്ന് വെക്കും. അത്രേ യൂസ് ചെയ്തിട്ടുള്ളൂ. ഭയങ്കര ഐശ്വര്യമുള്ള വണ്ടിയാണ്. പുള്ളിക്ക് സാറേ കൊടുക്കണമെന്നുണ്ടായിട്ടല്ല. ഇപ്പൊ കുറച്ച് പൈസയുടെ ഒരു അത്യാവശ്യം വന്നപ്പോ ഓടിച്ചോ. ഓടിച്ചോ. ഞാനിപ്പോ കേറി വന്നല്ലേ, ഫ്ലൈറ്റിൽ ഇരിക്കണ പോലെയാണ് അത്. ഇങ്ങനെ വന്നേ. ഞാൻ പറയാം. അടിപൊളിയല്ലേ? സാറേ, അതെ, കംപ്ലീറ്റ് പണിയും കാര്യമാണ്. അത് ഞങ്ങൾ യൂസ് ചെയ്തിട്ടില്ല. ടയറ് പുത്തനാണ്. സർവീസ് ചെയ്ത് അധികം കിലോമീറ്റർ ഓടിയിട്ടില്ല. 25 രൂപയാണ് പുള്ളി പറയണത്. ലാസ്റ്റ് 30 ചോദിക്കണത്. 25 രൂപയാണ് പറയണത്. ഒരു കാര്യം ചെയ്യും, നമുക്കൊരു 10 രൂപ കൊടുക്കാം. 15 തരാന്നാ പറയണ. 30 പറഞ്ഞ് ബലം പിടിച്ച് നിന്നോ. വലിയ ഗമ കാണിക്കണ്ട. എന്നെ കൊടുത്തിക്കോളാം. 30. അതെ, 30 നടക്കൂല. 30 ഇല്ലാതെ നടക്കൂല. കാര്യം ഡോക്ടറാണെങ്കിലും അതൊക്കെ പ്രാന്തായിട്ട് നിൽക്കണം. മനുഷ്യന് ഈ വിലക്ക് വണ്ടി കൊടുക്കും. ഇല്ല, അതാ ഈ സൈഡല്ലേ സാർ. അതാ ഇങ്ങനെ കറക്കി നോക്കിയേ. കണ്ട, ഇവിടെ പുത്തനാണ്. ഇവിടെ പുത്തനാണ്. ടയർ മാറിയിട്ട് കൂടി വന്ന ഒരു 6 കൊല്ലമായിട്ടുള്ളൂ. 6 കൊല്ലമായിട്ടുള്ളൂ ടയർ മാറിയിട്ട്. പിന്നെ ഇപ്പൊ എന്തിനാ മാറ്റണം? പുത്തൻ ടയറാണ്. സാറിന് ഒരു 10 കൊല്ലം കൂടി ഇത് കിടന്ന് ഓടും. ഞാൻ പറഞ്ഞില്ലേ, ഒന്ന് ഇറച്ചി മേടിക്കാൻ ഇറച്ചിക്കട വരെ പോകും, തിരിച്ചിങ്ങാട് വരും. 10 കൊല്ലം കൂടി സാറിന് ഇത് ഓടും. ഇതിലൊന്നും കിട്ടിയിട്ടല്ല. ഇത് നടന്ന് ഒരു 10-500 വെള്ളം. 18 രൂപയ്ക്കൊന്ന് സംസാരിക്കും. എന്താ ഈ പറയണത്? ഇത് കണ്ട, അതിന്റെ കളറൊക്കെ കണ്ട, നല്ല വർക്കത്തുള്ള വണ്ടിയാണ്. പിന്നെ ഡോക്ടറുടെ വണ്ടി കിട്ടണ ഭാഗ്യമല്ലേ. ഒരു 20 രൂപ കൊടുക്കാൻ പറഞ്ഞു. 19 പിടിച്ചാൽ എന്താണ് നിങ്ങൾക്ക് വണ്ടി കൈവിട്ട് പോകും? സാറേ, എന്റെ ബുക്കും പേപ്പറും കാര്യങ്ങളും ഒക്കെ ഇതിലുണ്ട്. ഞാൻ കാണിച്ചു തരാം. ഒരൊറ്റ കേസ് പോലും ഇതിലില്ല. സാറേ, അതെ, പിന്നെ അത് ഞങ്ങളെ ഡോക്ടറെ അടുത്ത് ഒന്ന് പറയും. നമ്മൾ ഒരു 20 രൂപ ഫൈനൽ ഞങ്ങൾ തരാം. 20 രൂപ നടക്കൂല. ഒരു 25 രൂപക്കാണ് പുള്ളി തരാന്ന് പറഞ്ഞു. ഞങ്ങൾ 25 നമ്മുടെ ഇല്ല. ഞങ്ങളുടെ ബഡ്ജറ്റ് അത് 20 ആണെങ്കിലും. സാറേ, ഈ വണ്ടി കൈവിടണ്ട. ഡോക്ടറുടെ വണ്ടി എന്ന് പറഞ്ഞാൽ എടുക്കാൻ ആയിരക്കണക്കിന് ആളുണ്ട്. നിങ്ങളൊന്ന് ചോദിച്ചു. ഞാൻ ചോദിച്ചോട്ടെ? അതെ ഡോക്ടറെ, അതെ, ഞങ്ങൾ ഇപ്പൊ വേറൊന്നുമല്ല. ഞങ്ങൾ ഈ വണ്ടിക്കായിട്ട് കരുതി വെച്ച കുറച്ച് ഗോൾഡെല്ലാം പണയത്തിൽ വെച്ചിട്ടെല്ലാം കൂടി ഒരു 20,000 രൂപ 20,000 ഞങ്ങൾ തരാം. സന്തോഷത്തോടെ ഞങ്ങൾക്ക് ഈ വണ്ടി തരണം. നഷ്ടം വന്നു സാർ. 20 രൂപ ഉറപ്പിക്കാം. പേപ്പർ ഒന്ന് പരിശോധിച്ചോ. ഡോക്ടറുടെ വണ്ടിയല്ലേ. ഐശ്വര്യ താക്കോലങ്ങോട് കൊടുത്തോ. പൈസ എങ്ങനെയാണ്? പൈസ ഞാൻ ഇത് ഗൂഗിൾ പേ. ഞാൻ നമ്പർ തരാം. GPay ചെയ്താൽ മതി. കൊടുത്തോ. ഞാൻ എൻ്റെ ഒരു ദശമൂലാരിഷ്ടം ഞാൻ കൊടുത്തരും. മുടി കൊഴിച്ചിലിനെ കൂടെ എന്തെങ്കിലും തന്നാലേ. അതെവിടെ മേടിക്കും? വീടി നോക്കി കൊടുക്കാലോ. ഗൂഗിൾ പേ തന്നെ ഞാൻ സ്കാൻ ചെയ്തിപ്പോ അങ്ങോട്ട് തരാം.
എനിക്കുള്ള എന്തെങ്കിലും കൂടി ഒന്ന്. അല്ല, അത് ഞാൻ ഇട്ടോളാം. ആ സാറ് എന്ത് തന്നാലും സന്തോഷം. ആ. ആ, പോന്നിട്ടുണ്ട്. ആ ശരി എന്നാ. വളരെ സന്തോഷമുണ്ട്. ഓക്കെ ശരി. അപ്പൊ ഇതിന്റെ പേര് മാറിയിട്ട് ബാക്കി ഞാനിത് അറിയിക്കാം. മതി പറഞ്ഞാൽ മതി. ഓക്കെ എല്ലാ ബുക്കും പേപ്പറും ഒക്കെ ഡോക്ടറെ എഴുതാം. ഇതിന്റെ ഫോമെല്ലാം ഒപ്പിട്ടിട്ടുണ്ടല്ലോ. ആ അത് ഒപ്പിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. സാർ ഓട്ടെ ഡോക്ടർ സ്വന്തം മോനെ പോലെ നോക്കും. ഓട്ടെ നമ്മളൊരു ആവശ്യത്തിന് വേണ്ടിയിട്ടല്ലേ, കളഞ്ഞതല്ലല്ലോ. സങ്കടം കണ്ട ഓട്ടെ. ചേട്ടാ ഇതകത്തോക്ക്. എന്തായാലും ഡോക്ടറെ വണ്ടി കിട്ടിയല്ലോ. നമുക്കൊന്ന് കയറി ഇരിക്കാം. നമുക്ക് വൈകിട്ട് അമ്പലത്തിൽ പോവാം. കയറി ഇരുന്ന് നോക്കട്ടെ. ആ കൊള്ളാം. എങ്ങനെയുണ്ട്? അച്ഛാ, ദേ വണ്ടി മേടിച്ചു. എങ്ങനെയുണ്ട്? കൊള്ളാം. അച്ഛാ 30,000 രൂപ ചോദിച്ചു. ഞങ്ങൾ രണ്ടും കൂടെ സംസാരിച്ച് 20,000 രൂപയ്ക്ക് വാങ്ങിച്ചു. 10 രൂപ ലാഭം. 10 രൂപ നിനക്ക് ലാഭം. നിന്റെ പഴയ വണ്ടിയുടെ നമ്പർ എത്രയാ? അതൊക്കെ ആരും ഓർക്കണേ? സുഖത്തിന് വിറ്റ വണ്ടിയില്ലേ? അച്ഛാ അതൊക്കെ ഓർത്തു വെക്കുക ആരെങ്കിലും. അതിന് അച്ഛൻ പിന്നെ അത് പറഞ്ഞ് നമ്മളെ ആ, നമ്മളെ- കുറ്റപ്പെടുത്താൻ എന്താ പുതിയ വണ്ടി മേടിച്ചല്ലോ. 10 രൂപ ലാഭവും കിട്ടിയിട്ടുണ്ട്. അപ്പൊ സമാധാനം അച്ഛന്. 2 വണ്ടിക്ക് ഒരു നമ്പർ ഉണ്ടാവില്ലല്ലോ. അത് വരില്ല. നീ 10 കൊല്ലം ഉപയോഗിച്ചിരുന്ന വണ്ടിയാണിത്. ഒരു ലേശം പെയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വാരി തെച്ച് കൊണ്ടുവന്നപ്പോ വണ്ടി മനസ്സിലായില്ല. ഓ എന്റെ ദൈവമേ, നീ എത്ര രൂപയ്ക്കാണ് അന്ന് മറ്റൊരു വണ്ടി കൊടുത്തത്? 10,000. വാ തുറന്ന് പറയണ. 10,000. എത്രക്കാ എടുത്തത്? 20,000. എത്ര നിനക്ക് ലാഭം? ഞാനെന്റെ തലമണ്ട തല്ലി പൊട്ടിക്കും. കഴുത സ്വന്തം വണ്ടി 10 റുപ്യക്ക് ഒരുത്തിന് കൊടുക്കുക, എന്നിട്ട് 1 കൊല്ലം കഴിഞ്ഞിട്ട് 20 റുപ്യക്ക് ആ വണ്ടി തിരിച്ചു വാങ്ങിക്കുക. എന്നിട്ട് തലയിൽ എന്താടാ കുതിരച്ചാണകോ? നിന്നോട് കൂടെ പറയണത്. മറിമായം